ഇന്ന് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ഹോർമോൺ മെറ്റബോളിക് അവസ്ഥയാണ് PCOD. ഇതിൽ ഓവറികളിൽ ചെറിയ ഫോളിക്കിളുകൾ വളരുകയും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിട്ട് അതുമൂലം ആർത്തവത്തിന്റെ ക്രമത്തിലും ശരീരത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. PCODയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് 35 ദിവസത്തിലധികം വൈകുക അല്ലെങ്കിൽ മാസങ്ങൾ വരാതിരിക്കുക. പിന്നെ നമ്മളുടെ മുഖത്ത്, നെഞ്ച്, വയറ് ഇവിടെയൊക്കെ അമിതമായ രോമ വളർച്ച, തലമുടി അമിതമായി പൊഴിയുക, മുഖക്കുരു, പിന്നെ ഓയിലി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവുക, പെട്ടെന്ന് നമ്മളെ ഭാരം കൂടുക, പിന്നെ വയറ്റിന് ചുറ്റുമൊക്കെ പെട്ടെന്ന് കൊഴുപ്പ് പോലെ വരിക, പിന്നെ ഗർഭധാരണത്തിൽ വൈകൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ക്ഷീണം, മൂഡ് ചേഞ്ചസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മളെ ഭക്ഷണശൈലിയും ജീവിത രീതിയും ഇതിൻ്റെ ചികിത്സയിലും വളരെ പ്രധാനമാണ്. PCOD നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ: ദിവസവും നമ്മളൊരു 30 മുതൽ 45 മിനിറ്റ് നടക്കുക, യോഗ, പ്രാണായാമങ്ങളൊക്കെ ചെയ്യുക, പിന്നെ പഞ്ചസാര, മൈദ, ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധിയായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല നാരുകൾ അല്ലെങ്കിൽ റഫേജ് കൂടിയ ഭക്ഷണങ്ങൾ, പച്ചക്കറി, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, പിന്നെ നല്ല കൊഴുപ്പുള്ള നട്ട്സ്, വിത്തുകൾ, നെയ്യൊക്കെ ഒരു മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു 7-8 മണിക്കൂർ ഉറക്കം നമ്മൾ ഉറപ്പാക്കുക. പിന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ധ്യാനമോ പ്രാണായാമോ ഒക്കെ ചെയ്യുക. പിന്നെ വ്യക്തിഗത അവസ്ഥ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പിന്നെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സുകുമാരൻ കഷായം, സപ്തസാരം കഷായം, അശോകാരിഷ്ടം, ഇതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പിന്നെ ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ചിട്ടുമാണ് നമ്മളിത് ചെയ്യുക. PCODക്ക് ഒരേ ചികിത്സയല്ല എല്ലാവർക്കും. ശരിയായ പരിശോധനയും വ്യക്തിഗതമായിട്ടുള്ള ചികിത്സയും വളരെ ആവശ്യമാണ്. PCOD നിയന്ത്രിക്കാവുന്ന ഒരു അവസ്ഥയാണ്. സമയത്ത് ശ്രദ്ധിച്ചാൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതവും മാതൃത്വവും ഒക്കെ സാധ്യമാണ്.